ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ലാലോ, വെറുതെ ഫോണിൽ നോക്കി. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പം സമയം ഒരു 8 മണി ആവാനായിട്ടുണ്ട്. ഞാൻ നല്ല ബോറടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ റീൽസൊന്നും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ ഷോർട്സ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ കാണണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പം ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇപ്പം എന്താ ചെയ്യുക എന്ന് കുറേ സമയമായി ഞാൻ ഇരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ കുറേ ടൈം പോയി. ആൻഡ് ഫൈനലി ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഐഡിയ ഒന്നുമല്ല. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പം അയ്യോ ഇന്നിപ്പോൾ ഒന്നും ചെയ്തില്ലാലോ, ഇന്ന് ഒരു വേസ്റ്റ് ആയല്ലോ ഇന്നത്തെ ഡേ എന്ന് ആലോചിക്കുമ്പം അങ്ങനെ ഒരു തോട്ട് വരുമ്പം ഇന്ന കാര്യം ഞാൻ ചെയ്തു എന്ന് എനിക്കെന്താ പറയണം, എന്നോട് തന്നെ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ബട്ട് സ്റ്റിൽ ഒരു വീഡിയോ ആണ്. വെറുതെ ഫോണിൽ ഇരിക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ജാറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ വലിയ കാര്യത്തിൽ ഉണ്ടാക്കി വെച്ചൊരു ജാറാണ്. ഇതിൽ ഡെയിലി ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയതേ എന്നോട് മറന്നു പോയിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേപ്പേഴ്സൊക്കെയാണിത്. ആകെ ഇത്ര എഴുതിയിട്ടുള്ളൂ. എഴുതിയ പേപ്പേഴ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ജാറിനെ ബോറടിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ എഴുതിയിട്ടുള്ള ഒരു ജാറാക്കി മാറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയൊരു സൺസെറ്റ് ലാമ്പ് വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണത്. ഒരു കുഞ്ഞു ലാമ്പ് തന്നെയാണ്. ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കുകയും ചെയ്യാം. കാണാനൊരു റോബോട്ട് ലുക്കാണ്. കുറച്ച് കളേഴ്സും വരുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ജാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ നമുക്ക് ബോറടിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എഴുതി വെക്കുക. എന്നിട്ട് അത് മടക്കിയിട്ട് ഇതിലേക്ക് ഇടുക. ബോറടിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക, അതിൽ എന്ത് ആക്ടിവിറ്റിയാണോ ഉള്ളത് അത് ചെയ്യുക. അതാണ് ബേസിക് ആയിട്ട് ഈ ഒരു ജാറിനെ പറ്റി പറയാനുള്ളത്. ഞാൻ എന്തായാലും ആദ്യം തന്നെ ഈ ഒരു ജാറിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കവായി സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാണുമ്പോൾ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ലിഡിൽ മാത്രം എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. ആ ഗ്ലാസ് ജാറിലേക്ക് എന്തെങ്കിലും ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കുക. ഇപ്പോഴേ വെറുതെ ഒട്ടിച്ച് കോളാക്കണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ജാർ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക, അതിലുള്ള ആക്ടിവിറ്റി ചെയ്യുക. ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഈ ഒരു ജാർ ഉണ്ടാക്കി വെക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ബോറടി മാറ്റാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. അതാണ് ഞാൻ ഇത് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇനി നമ്മൾ കുഞ്ഞു പേപ്പേഴ്സിൽ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ. ആ ആക്ടിവിറ്റീസ് എഴുതുമ്പം സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും ചെയ്യുക, എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക. ആ കിട്ടിയ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കണം. അത് നോക്കി വേണം എഴുതാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യണമെങ്കിൽ അത് എഴുതാം. അടുത്ത പേപ്പറിൽ എന്തെങ്കിലും ഡൂഡിൽ ആർട്ട് പോലെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി എന്തെങ്കിലും കുക്ക് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞു റെസിപ്പീസൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുമ്പം കുറച്ച് ചെയ്യാൻ താല്പര്യമുള്ളതും എന്നാൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ നമുക്കത് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ, അതൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ സാധാരണ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി ഒന്നിലേലും പിൻട്രസ്റ്റിൽ നോക്കും, ബോറടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കും, ക്രിയേറ്റീവ് തിങ്സ് ടു ഡു വെൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു നോക്കുമ്പോൾ കുറേ ഐഡിയാസ് കാണും. ആ ഐഡിയാസൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി വെക്കും, പക്ഷെ ഒന്നും ചെയ്യൂല. ഇതാണ് ഫോണിൽ നോക്കുമ്പോഴുള്ള പ്രശ്നം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും, ഒന്നും ചെയ്യില്ല, ടൈം പോവുകയും ചെയ്യും. സംഭവം ബോറടി മാറും, എന്നാലും ഒന്നും ആവാത്തൊരു ഫീലാണ്. അതിന് പകരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന ആക്ടിവിറ്റി ഏതാണെങ്കിലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രമേ എഴുതി വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഞാനിപ്പോൾ ആകെ ഒരു 10-18 ആക്ടിവിറ്റീസ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഇത് ഫുള്ളായാൽ നല്ല രസമാണ് കാണാൻ. പക്ഷെ അതിന് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് പറ്റുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് എഴുതാനുണ്ട്. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ട് ആക്ടിവിറ്റീസൊക്കെ, പക്ഷേങ്കിൽ നമുക്ക് സെറ്റായതും കൂടെ കണ്ടുപിടിച്ച് എഴുതണം. എന്തായാലും എഴുതി കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കുറച്ചധികം ടൈം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കി. എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇങ്ങനൊരു ജാർ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വീഡിയോ കണ്ട് അപ്പം തന്നെ ഉണ്ടാക്കുക. വെറുതെ എന്നെപ്പോലെ വീഡിയോ
സ്ക്രോൾ ചെയ്ത് നടക്കാണ്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ നോക്കുക. രണ്ടാമത്തത് ആസ് യൂഷ്വൽ ജേർണലിംഗ് തന്നെയാണ്. ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് സപ്ലൈസ് കാര്യങ്ങളൊന്നും വേണ്ട, ജേർണൽ യുവർ തോട്ട്സ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വെറുതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ജേർണലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതെടുക്കുക, ഒരു ഫ്രഷ് പേജ് എടുക്കുക, നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുക. ഇപ്പൊ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്, ഇപ്പൊ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല, എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വെറുതെ എഴുതി കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ മൈൻഡിൽ വന്നോളും. അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ എഴുതി കൊടുത്താൽ തന്നെ കുറച്ച് റിലീഫ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കവായി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു ജേർണലിൽ ഞാൻ അധികവും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊന്നും എഴുതാറില്ല, എന്തെങ്കിലുമൊക്കെ വെറുതെ എഴുതി വെക്കാറ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പെണ്ണുകൊണ്ട് എഴുതും, അല്ലെങ്കിൽ സ്കെച്ച് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും, അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ കൺമുന്നിൽ ഇതുള്ളത് കൊണ്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ മാത്രം കുറച്ച് ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് എഴുതിയ കാര്യമോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. ഇതിൽ ഞാൻ 2 കാര്യങ്ങളാണ് ബോറടിക്കുമ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തത്. ഞാൻ ആക്ച്വലി ബോറടിക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ബോറടി മാറ്റാം, ക്രിയേറ്റീവായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്കിങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്ത് നോക്കാനും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, ബോറടിക്കുമ്പോൾ പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യൂല, വെറുതെ പഴയ പോലെ നമ്മൾ റീൽസ് കണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പിസോഡുകളിലായിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം, അത് എനിക്കും ബെനിഫിഷ്യൽ ആണ്, നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഒന്നാമത് ബോറടിച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനൊരു എപ്പിസോഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് വിടാമെന്ന് വിചാരിച്ചു. അതാണ് പെട്ടെന്ന് ഇപ്പം രാത്രി ചെയ്യാൻ പറ്റുന്ന 2 കാര്യം ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ക്ലാസ്സിലൊക്കെ പോകുന്ന ഒരു ദിവസം എടുക്കാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണ് അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനൊരു ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്ക് എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. ഇന്നിപ്പോൾ 2 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അതുപോലെ അധികം ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ബോറടിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഞാൻ പറ്റുകയാണെങ്കിൽ ബോറടിക്കുമ്പോൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 9:30 വരെയൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു പരിപാടി. അപ്പം നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെയായിരുന്നു ഇത്. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.